അവളിപ്പോ അവളുടെ വീട്ടിൽ പോകണില്ലെന്നേ. കൂടെ പെട്ടത് വീട്ടിൽ പോകുന്നില്ല. നമ്മൾ സാധാരണ ഭാര്യമാരൊരു 10 ദിവസം വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മള് പുറത്തുനിന്ന് കറങ്ങാം, കൊണ്ടാട്ടി ഊർക്ക് പോയിട്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈ കൊണ്ടാട്ടി ഊർക്ക് പോയിട്ട് ഒരു ജംഗ്ഷനിൽ പോലും പോകുന്നില്ല. നന്ദു, നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് നീയായി, നിങ്ങക്ക് ബുദ്ധിയില്ലാണ്ട് അല്ല, ഒളിച്ചോട്ടം എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ അനുഭവമാണ്. അവർ പറയുന്നത് ഒളിച്ചോട് എന്തിനാ, അതൊക്കെ ഒരു ക്ലീഷ ആയിട്ട് അവർ പറയുന്നത്. ഡ്രസ്സിനകത്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഡ്രസ്സിനകത്ത് കുറച്ചൊക്കെ വെച്ചാലേ ചേരാത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത്. ഞാൻ പറയും 3/4 ഇട്ടോ, അതിനപ്പുറത്തേക്ക് വരണം. അത് ട്രൗസർ ഇട്ട് അത് ജട്ടി എന്നും, 3/4 ഇട്ട് കഴിഞ്ഞാൽ ട്രൗസർ എന്നും പറയുന്നത്. ചിലപ്പോൾ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ബോഡിയിൽ അനാവശ്യമായിട്ടുള്ള വസ്ത്രം വരുമ്പോഴാണ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ശരീരത്തിനനുസരിച്ച് ഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള സെൻസ് ഉണ്ടാവണം. ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള യാത്രകൾക്ക് അവൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പിള്ളേരായിട്ടുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ അവൾ കംഫർട്ട് ആവില്ല. അപ്പൊ നമ്മൾ അവർക്ക് അമ്മ വേണം, അച്ഛൻ വേണ്ട. ഒരു തായ്ലൻഡ് വേണം, അച്ഛൻ വേണ്ട. അതായത് അച്ഛൻ വന്നു ഞാൻ പ്ലാൻ ചെയ്യാണ്, ഇവരെ വിട്ടാണ് ഞാൻ പോകുമ്പോ അച്ഛൻ വേണ്ടെന്ന് ഞാൻ പറയും എന്തിനാ അവിടെ പോണ, എന്തിനാ അതിന്റെ കാര്യം എന്താ ഞാൻ ചോദിക്കും. വിടും, എന്നാലും കൂടെ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അവർക്ക് ആ ചോദ്യം ഇഷ്ടമല്ല. അമ്മ എന്ത് ചോദിച്ചാലും എല്ലാം റെഡിയാണ്. നവാസ് കരിയറിൽ ആദ്യം ഒരു സ്റ്റാർഡത്തിലേക്ക് എത്തേണ്ട ആള് നവാസ് ആയിരുന്നു എന്നുള്ളതാണ്. ലോഹിത് സാറിന്റെ പടത്തിലൊക്കെ നായകനായിട്ട് പോലും ചിന്തിച്ച ഒരാളായിരുന്നു ഒരു സമയത്ത്. നിങ്ങളെ ഇപ്പൊ കണ്ടാലും ഒരു യങ് കപ്പിൾ ഫീലാ. ഏജ് ആയിട്ടില്ല, 13 വയസ്സിലൊക്കെ ഉള്ള കഴിച്ചാണ്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. കലാഭവനിലെ ലൈഫ് നോക്കുകയാണെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടല്ലോ. ചിലരൊക്കെ ഭയങ്കര ഹൈപ്പിലെത്തിയ ആളുകള്, ബട്ട് നമ്മൾ അറിയാതെ പോയ ഒരുപാട് കലാകാരന്മാരുണ്ടായിരിക്കും അല്ലേ? അത് ആക്ച്വലി നമ്മളിപ്പോൾ കലാഭവനെ കുറിച്ച്, ഞാൻ കലാഭവനിൽ ട്രൂപ്പിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ആ കലാഭവനിലെ ആർട്ടിസ്റ്റുകളായിട്ട് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നവാസ്. കരിയറിൽ ഇടയ്ക്ക് ഏറ്റവും ഹൈപ്പ്, ആദ്യം രക്ഷപ്പെട്ട് ആദ്യം ഒരു സ്റ്റാർഡത്തിലേക്ക് എത്തേണ്ട ആള് നവാസ് ആയിരുന്നു എന്നുള്ളതാണ്. ലോഹിത് സാറിന്റെ പടത്തിലൊക്കെ നായകനായിട്ട് പോലും ചിന്തിച്ച ഒരാളായിരുന്നു ഒരു സമയത്ത്. അന്നത്തെ സിനിമകളെല്ലാം ഹിറ്റുകളുണ്ടായിരുന്നു. എൻ്റെയും നവാസിൻ്റെയും വെഡിങ് ഡേ സെയിം ഡേ ആണ്, October 27 ആണ്. രഹന ഇവളുടെ സുഹൃത്താണ്. ഞാനും നവാസും സുഹൃത്തുക്കളാണ്. ഞാനും കോട്ടയം നസീറും നവാസും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് എത്രയോ പ്രോഗ്രാമുകൾ ചെയ്തതാണ്. അപ്പം നമ്മൾ നവാസ് തിരിച്ചു വരവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ പിന്നെ ഒന്ന് അനങ്ങി തുടങ്ങിയല്ലാതായി. അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു വലിയ നഷ്ടം തന്നെയാണ്. ആ കുടുംബത്തിന് മാത്രമല്ല, ഒരുപാട് നമ്മൾ സഹപ്രവർത്തകർക്കൊക്കെ വലിയ നഷ്ടമാണ്. അപ്പോൾ ഞാൻ രഹനത്തേനെയും നവാസിക്കനെയും കൂടി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ അന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ രഹനത്തേനെ പറയുമ്പോഴത്തേക്ക് ഫുള്ള് ഇങ്ങനെ നിൽക്കുക. അതായത് എപ്പോഴും ഇങ്ങനെ നവാസിക്ക. അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ന്യൂലി വെഡ് ആണെന്ന് തോന്നും അവരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോഴേ ആദ്യം എൻ്റെ മനസ്സിലോട്ട് പോയത്, അയ്യോ പുള്ളിക്കാരത്തി എന്തായിരിക്കും അവസ്ഥ. എല്ലാവരുടെയും എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് അതാ. ഞാൻ എനിക്ക് സുമേഷിന്റെ അടുത്തൊക്കെ ചോദിച്ചു, അയ്യോ പുള്ളിക്കാരത്തി എന്തായിരിക്കും അവസ്ഥ. അങ്ങനെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പൊ അടുത്ത് കണ്ടതാ എങ്ങനെയാ ഇവരുടെ ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ട്. ഇടയ്ക്ക് നവാസ് രഹനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോകും. എന്തെങ്കിലും ഉദ്ഘാടനങ്ങൾ ഈ വഴിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അടുത്ത് ആക്കിക്കൊണ്ടു. ഇവർ തമ്മിൽ ആ ഒരു ബോണ്ടുണ്ട്. നിങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ. ഇപ്പൊ എന്താണ് ഞാൻ മോനിടയ്ക്ക് ഇതേപോലെ ഓരോന്ന് എഴുതി വാട്സപ്പ് ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽ ഇടുന്ന കാണാം. ഉമ്മച്ചിക്ക് വേണ്ടി വാപ്പച്ചി അവസാനമായിട്ട് പാടിക്കൊടുത്ത പാട്ടാണ്. ഉമ്മച്ചി അവിടെ എന്തോ മൈലാഞ്ചി ചെടി കൊണ്ട് നട്ടു. അങ്ങനെയൊക്കെ ഒരുപാട് പോസ്റ്റുകൾ കാണാം. ശരിക്കും ശരിക്കും പറഞ്ഞാൽ അവള് ഫുള്ളി നവാസ്ക്ക് ഡിപ്പെൻഡഡ് ആണ്. പക്ഷെ അവള് ഇപ്പൊ പറയണത് നവാസ്ക്ക് ഇതൊക്കെ നേരത്തെ അറിഞ്ഞ പോലെയാണ് കുറെ കാലമായിട്ട് ബിഹേവ് ചെയ്തിരുന്നത്. ഇങ്ങനെ അവൾ ഡ്രൈവിംഗ് പഠിപ്പിച്ചു, അവളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നവാസ്ക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നോ? അവൾക്ക് ഇപ്പം അങ്ങനെ തോന്നുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഫാമിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ആലോചിക്കുമ്പോൾ അങ്ങനെ തോന്നുക പറയും. മോൻ ഇതേപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചിക്ക് വേറെ ഒരു ഫ്രണ്ട്സും ഇല്ല, എല്ലാം വാപ്പിയാണ്, ഫ്രണ്ട്സ് ഫുൾ അവളുടെ ലോകം അതാണ്. അവൾ അങ്ങനെ ആയിരുന്നു. മനസ്സിലായി. നിങ്ങള് മൊത്തത്തിൽ ഇപ്പോൾ ചേച്ചി ഇത്തയുടെ ഫ്രണ്ടും ചേട്ടനിക്കാടെ ഫ്രണ്ടും അപ്പൊ അങ്ങനെ സമയം സീരിയലിന്റെ അനിയത്തിയായിട്ടാണ് അവൾ അഭിനയിച്ചത്. അപ്പൊ അന്ന് തൊട്ടുള്ള അടുപ്പാ, അത് ഫാമിലി ആയിട്ടുള്ള അടുപ്പാണ്. ഞങ്ങള് മാത്രമേ വെഡിങ് ആനിവേഴ്സറിക്ക് സെയിം ടു യു പക്ഷെ അപ്പൊ പിന്നെ അവര് കല്യാണം കഴിഞ്ഞപ്പോ സമയത്തും നവാസ്ക്ക് അവളെ എറണാകുളത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും.
അവിടെ ആക്കിയിട്ട് പോകും. അങ്ങനെയൊക്കെയായിരുന്നു അവള്. അപ്പൊ ഈ കഴിഞ്ഞ ഒക്ടോബർ 27 നിങ്ങൾക്ക് ഭയങ്കര ഞാൻ ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാറ്റസ് ഒന്നും ഇട്ടില്ല ഈ പ്രാവശ്യം ഒക്ടോബർ 27. ഒന്ന് നമുക്കൊരു മിസ്സിങ് ഭയങ്കര നമുക്കതൊരു വല്ലാതെ, കാരണം അന്യോനെ വിഷ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അത് വല്ലാത്തൊരു ഹോണ്ടിങ് ആയിരുന്നു ഈ പ്രാവശ്യം. മനസ്സിലായി. അവരുടെ ഒരു സിനിമയും ഈ ഈഴാന്ന് പറഞ്ഞിട്ട് അത് റിലേറ്റഡ് ആയിട്ടായിരുന്നു അന്ന് ഇന്റർവ്യൂ തന്നെ. പിന്നെ അവിടെ പോയിരുന്നോ? പിന്നെ പോയി ഞാൻ നേരിട്ട് പോയി. കോട്ടയം വൈഫിനോട് പോയിട്ട്. അതെ അതെ അതെ. നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അപ്പൊ ഈ കലാഭവനിൽ വെച്ചിട്ട് തുടങ്ങി അതിന് മുമ്പേ അറിയാം? അല്ല, ഞങ്ങൾ കലാഭവനിലായിരുന്നു നവാസ, ഞാൻ വേറെ ട്രൂപ്പിലായിരുന്നു. അപ്പം ഞാനും കോട്ടയം നസീറും കലാഭവൻ നവാസും കൂടെ ഓർമ്മ എനിക്കോടത് ഒരു 10-30 വർഷം മുമ്പ് തന്നെ, 30-31 വർഷം മുമ്പ് ഞങ്ങൾ 3 പേരും കൂടെ ഷോ ചെയ്യുകയാണ്. ഞങ്ങൾ 3 പേരും മാത്രമായിട്ട്, കോട്ടയം നസീറും ഞാനും നവാസും മാത്രമായിട്ട് എത്രയോ ഷോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു ഷോസ് എല്ലാം. അപ്പം ഞങ്ങൾ 3 പേരും മതിയാവുമായിരുന്നു. ഒരു അത്യാവശ്യം ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ 3 പേരും മതിയാവും. അപ്പം അങ്ങനെ 3 പേരും കൂടെ ഷോസ് ചെയ്യുകയും അല്ലാതെ നമ്മൾ കൂടുന്നതൊക്കെ ഞങ്ങൾ 3 പേരായിരുന്നു. ഒരുപാട് മ്യൂസിക്കാരുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ 3 പേരെ എപ്പോഴും സെപ്പറേറ്റ് ചെയ്യുമായിരുന്നു. നിങ്ങളെല്ലാവരും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് കൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഞാനാണ്. ആ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഞാൻ ആ ഗ്രൂപ്പ് ഞാൻ തുടങ്ങി വെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഞാൻ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് പിന്നെ ആഡ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ആദ്യം ഒന്ന് നസീർ, നവാസ്, ജാഫർ ഇടുക്കി, ഷാജോൺ, ജോർജ് ഏട്ടൻ, കലാഭവൻ റഹ്മാൻ, പിന്നെ വന്ന നാദിർഷിക്ക, പിന്നെ സുരാജേട്ടനൊക്കെ വന്ന് ജോയിൻ ചെയ്തതാണ്. അങ്ങനെ വന്നിട്ട് ജോയിൻ ചെയ്താണ് നാദിർഷിക്ക, സുരാജ്, അതൊക്കെ. പിന്നെ ആരാണ് നമ്മുടെ നോബി, നിർമ്മൽ പാലാഴി, വലിയൊരു ഞങ്ങൾ അഭിജിക്കുട്ടൻ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രശാന്ത് കാഞ്ഞിരമറ്റം, ഇനിയുണ്ട്, എനിക്ക് അറിയാൻ വിട്ടുപോയി. ഹനീഫ്ക മരിച്ചു. അതിൽ കൊല്ലം സുധി ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു. നവാസ്, 3 പേരൊന്നുമില്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ. പക്ഷെ ഞങ്ങളെല്ലാ ഇയർലി 1 ടൈം ഞങ്ങൾ കൂടുമായിരുന്നു. ലൈഫിൽ ഇതുപോലെ ഒരു ചിരിക്കാനുള്ളൊരു അവസരവും ഇതുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു വർഷങ്ങളുടെ മെമ്മറീസ് നവാസിൻ്റെയൊക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എൻ്റെ ഉണ്ട്. ഞങ്ങൾ പാടിയിട്ടും ഡാൻസ് ചെയ്തിട്ടും മിമിക്രി കാണിച്ചിട്ടും ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ കൂടിയിരുന്നു പ്രാവശ്യം. ചേട്ടാ, ഈ സിനിമയൊക്കെ കാണുന്നവർക്ക് പോലും ഇപ്പം നവാസിക്കയുടെ ഒക്കെ ഒരു വേർപാട് നമ്മൾ എല്ലാവരും ഷോക്കായി പോയതാ. അപ്പോൾ ഫ്രണ്ട്സ് എന്ന നിലയ്ക്ക് അത്രയും ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളുടെ വേർപാട് നമ്മൾ നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ദിവസം കൺട്രോൾ ചെയ്യാൻ പെട്ട പാട് എനിക്കറിയാം. ഇന്ന് ആ ദിവസം ഞാൻ ഉച്ചയ്ക്ക് സംസാരിച്ചു. ഉച്ചയ്ക്ക് സംസാരിച്ചാണ് ഞാൻ സംസാരിച്ചിരുന്നു. കാഷ്വലി വിളിച്ചപ്പോൾ ഞാൻ നവാസായിട്ട് കത്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. കുറേ നാളായിട്ട് വിളിക്കാതെ ഞങ്ങൾ അന്ന് സംസാരിച്ചു. അന്ന് ഉച്ചയ്ക്ക് ഒരു 2:30 മണിക്ക് 2 o'clock 2:30 ടൈമിൽ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുത്തില്ല. ഞങ്ങൾ 3 പേരും കൂടെ ഒരുപാട് നാളുകൾക്ക് ശേഷം കുറേ നാളായി വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാനും നസീറും 3-4 കൂടിയിട്ട് ഒരുമിച്ചാണ് കോളിട്ട്. നസീർ എടുത്തില്ല. അതുകൊണ്ട് നവാസ് പറഞ്ഞു, എടാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. അന്ന് ഒരു 2:30 3 o'clock സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ വിളിച്ചത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, വെറുതെ വിളിച്ചത്. അപ്പം ഞാൻ ഷൂട്ട് നടക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച ആളാണ് സന്ധ്യയ്ക്ക് 5 മണി 6 മണി ആകുമ്പോൾ. അൺഎക്സ്പെക്റ്റഡ്. നിങ്ങൾ ഈ കല്യാണം കഴിച്ച സമയമൊക്കെ മീൻസ് ഡേറ്റ് മാത്രമാണോ വർഷം വ്യത്യാസമുണ്ട്? സെയിം ഡേറ്റ് ആണെന്നേ ഉള്ളൂ. പക്ഷെ വർഷം അവള് പിന്നെ 3 വർഷം കഴിഞ്ഞു. 2002. അതെ, ഞങ്ങള് 99-ലല്ലേ കഴിഞ്ഞു. അതെ അതെ, അവര് പിന്നീട്. പിന്നെ അതെ, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ശരിക്കും പറഞ്ഞ സിനിമയിലൂടെ ആണ്. ഞങ്ങള് സമയം സീരിയലിൽ എൻ്റെ അനിയത്തിയായിട്ട് അതിനു മുമ്പ് കാരുണ്യം, ലോയിസാറിന്റെ കാരുണ്യത്തിലും ജയറാമേട്ട സിസ്റ്റേഴ്സ് ഞാനും രഹനയായിരുന്നു. അങ്ങനെ അതിന് അതാണ് സ്റ്റാർട്ടിങ് തോന്നുന്നു. പിന്നെ സമയം അത് എല്ലാ മാസവും ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പായിരുന്നു. മനസ്സിലായി. ഇപ്പൊ റീസെന്റ് ആരും അയച്ചൊന്നുമില്ല ഫേസ്ബുക്കിലെ ഫോട്ടോ. ഞാൻ പഴയ ഫോട്ടോ അല്ലേ? ഒരു ചിങ്ങ 1-ന് ഉദ്ഘാടനങ്ങളുടെ തിരക്കായിരിക്കും. അപ്പോൾ ഒരേ സ്ഥലത്ത് ഞങ്ങൾക്ക് 2 പേർക്ക് ഉദ്ഘാടനം, ആ സ്പോട്ടുള്ള ഫോട്ടോ. അതെ, എല്ലാവരും ഈ മോൻ്റെ ഇതിനകത്താണെങ്കിലും കമന്റ് ഇടുന്നത് അമ്മോനെ ഉമ്മ എങ്ങനെയുണ്ട് എന്ന് പറയാമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഇന്റർവ്യൂ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ലൈക്ക് ആളെങ്ങനെയുണ്ടെന്ന്. അവൾക്ക് അതിനുള്ളൊരു ശക്തി കിട്ടണം മനസ്സിന്. ആയി വരുന്നതേ ഉള്ളായിരിക്കും. അത് അവൾക്ക് ആ ഒരു ശക്തി മനസ്സിന് കിട്ടണം. അവളുടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും. അയ്യോ, ഒരുപാട് നമുക്ക് അന്ന് പോയപ്പോൾ ഒരുപാട് സങ്കടമായി. കാരണം നമുക്കും എന്താ പറയുക, റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ലൈഫ്. അതെ.
അപ്പോൾ എന്തായാലും നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരുപാട് ട്രോളുകളും ഒക്കെ അതിനകത്ത് ഷെയർ ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എങ്ങനെയാ ആ ഗ്രൂപ്പ് ആക്റ്റീവ് ആണോ? ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പോയ നഷ്ടങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് സങ്കടമായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഏറ്റവും ഹാപ്പിനെസ്സും ഏറ്റവും കൂടുതൽ നമ്മൾ ട്രോളുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്ന അതിനകത്ത് സങ്കടങ്ങളുള്ള കാര്യങ്ങൾ വളരെ കുറവായിരുന്നു ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും ഞങ്ങളുടെ എന്നാണ് ഈ ഒരു ദിവസം കൂടാൻ. അപ്പം സുരാജിനൊന്നും എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു പരിചയമില്ല. സുരാജ് പുതിയ മെമ്പറാണ്. അപ്പം ഞങ്ങൾ ബാക്കി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരു യാത്രയിൽ ഞങ്ങൾ എല്ലാ മിമിക്രിക്കാരും ഒരുമിച്ച് മൂന്നാറിൽ ഫാമിലി എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി. എന്നിട്ട് എല്ലാ ഫാമിലിയും ഭാര്യമാരും മക്കളും എല്ലാം പ്രേക്ഷകരായിരുന്നുകൊണ്ട് ഞങ്ങൾ പെർഫോം ചെയ്തു. ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ ഞങ്ങൾ പെർഫോം ചെയ്തു ക്യാമ്പ് ഫയറിലിട്ട്. അപ്പം ഞങ്ങൾ വന്ന സമയം തൊട്ട് നമ്മൾ ഇൻട്രോ നമ്മൾ പറയണം ഞാൻ പെർഫോം ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ പെർഫോമൻസ് തുടങ്ങിയാൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അവരവരുടെ പെർഫോമൻസ് എന്താണോ അവർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കും ഭാര്യമാർക്കൊക്കെ അതൊരു പുതിയ ഭയങ്കര രസമായിരുന്നു. അത് നിങ്ങളെല്ലാവരും ഈ ഫാമിലിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ഒരു സർക്കിൾ ആകുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു കുട്ടികളുടെ ഒരു ഗ്യാങ്, ഞങ്ങൾ ലേഡീസ് ഒരു ഗ്യാങ്, എല്ലാവരും അങ്ങ് എൻജോയ്മെന്റാ. ചേച്ചി നേരത്തെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒളിച്ചോട്ടത്തിന്റെ കാര്യവും ലവ് മാരേജിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് നിങ്ങൾ 21 വയസ്സ് 24 വയസ്സുള്ള ആളാണ്. ഇപ്പൊ നിങ്ങൾ മുതിർന്ന 2 പെൺകുട്ടികളുടെ അച്ഛനും അമ്മയാ. അപ്പൊ ഇപ്പം അത് ആലോചിക്കുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ഒരു പേരൻസ് എന്ന നിലയിലൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എൻ്റെ മോളോട് പറയുമ്പോഴേ ഞങ്ങളിപ്പോൾ അവൾക്ക് 25 വയസ്സായി. അപ്പൊ അവളോട് ഞങ്ങൾ പറയും ഇനിയിപ്പോ കല്യാണമൊക്കെ നോക്കി തുടങ്ങാലോ. അപ്പൊ നന്ദു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നന്ദു നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് നീയായി, നിങ്ങക്ക് ബുദ്ധിയില്ലാണ്ട് നിങ്ങൾ കല്യാണം. പക്ഷേ അല്ല, ഒളിച്ചോട്ടം എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ അനുഭവമാണ്. അവർ പറയുന്നത് വെച്ചാൽ ഒളിച്ചോട് എന്തിനാ ഒരു ക്ലീഷ ആയിട്ട് അവർ പറയുന്നത്. നമ്മൾ അന്നത്തെ പ്രഷർ അവർക്ക് അറിയത്തില്ല. അപ്പൊ ഇന്ന് നമ്മളോട് പറയും നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ നമ്മൾ നടത്തി തരിക എന്നുള്ളതാണല്ലോ വിഷയം. ഇപ്പം നിങ്ങളൊക്കെ കുറെ കൂടെ ഓപ്പൺ ആയിട്ടുള്ള അല്ലേ? എന്ത് കാര്യം ഇപ്പൊ എന്നോട് ഷെയർ ചെയ്യും. അവർക്കൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും സെറ്റിൽ ആവട്ടെ, സെറ്റിലായിട്ട് മതി എന്നുള്ളത് എന്തൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട്. ഇവളോട് പറയാം, എന്നോട് പറയില്ല. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഞാൻ റിയാക്ട് ചെയ്യും. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പക്ഷെ എന്താ അങ്ങനെ ആരാത് എന്താന്ന് ചോദിക്കും. പക്ഷെ ഇവള് കറക്റ്റ് കാര്യങ്ങള് ഇവള് എടുത്തിട്ട് ഇവള് സ്ലോലി എന്നോട് പറയും. മെല്ലെ അച്ഛനായപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഈ അച്ഛനുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് അച്ഛനായിരുന്നു. എന്ന് വെച്ചാല് പണ്ട് ഞാൻ ടെററായിരുന്നു. അവള് പറഞ്ഞു അമ്മ ഗുണ്ടയായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഷാർട്ട് പിള്ളേരോട് അങ്ങനെ കളിക്കണ അച്ഛൻ. പക്ഷെ കുട്ടികൾ ഇത്തിരി വലുതായി കഴിഞ്ഞപ്പോഴേ നേരെ ഓപ്പോസിറ്റ് ആയി. ചെറുതായിരിക്കുമ്പോ നമ്മള് പറഞ്ഞിടത്ത് നിക്കുമല്ലോ, പറഞ്ഞിടത്ത് നിക്കുന്നില്ല. ഭയങ്കര ഞാനാണെങ്കിൽ അവരോട് ഫ്രണ്ട്ലി ആയിട്ടാ നിക്കുക. ഞാൻ വളരെ കമ്പനി ആയിട്ടാ നിക്കുക. അമ്മയില്ലാതൊരു സംഭവം. പക്ഷെ ഈ ഷാർട്ടും ഭയങ്കര സ്ട്രിക്റ്റാ. അതെ. അയ്യോ ഞാൻ വിചാരിച്ചു ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ചില സമയത്ത് എനിക്കത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഒരു യാഥാസ്ഥിതികനായ ഒരു അച്ഛനുണ്ട് ഉള്ളില്. അപ്പൊ ഈ അച്ഛനെ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ഇവിടെ ഒരു ടൂറ് പോണം അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഷർട്ടിനിങ്ങനെ ഡ്രസ്സിനകത്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഡ്രസ്സിനകത്ത് കുറച്ചൊക്കെ ചേരാത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരും. അപ്പൊ ഈ കയറി വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മള് അച്ഛനും അമ്മയൊക്കെ എല്ലാവരും ഉള്ള സ്ഥലമല്ലേ. ഇപ്പൊ ഇവിടെ വീടാകുമ്പോ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് ഈ പറയുന്നത് അവരിപ്പോ പഠിപ്പിച്ച അവര് ശീലമായി. മുൻപ് ട്രൗസറൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് അപ്പൊ അമ്മ ഈ പറയുന്ന രീതിയില് അപ്പൊ ഈ പറയുന്ന ഞാൻ പറയും 3/4 ഇട്ടോ, അതിനപ്പുറത്തേക്ക് വേണം. അപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ അതെന്താ വീട്ടിലല്ലേ വെച്ചാ നമ്മളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ അമ്മ പറയും അത്ര പിള്ളേർ ഇപ്പോഴും പറയും അതായത് ട്രൗസർ ഇട്ട് അത് ജെട്ടിയെന്നും 3/4 ഇട്ട് കഴിഞ്ഞാൽ അത് ട്രൗസർ എന്ന് പറയാം. അങ്ങനെ പറയുന്നത് നീ ഇങ്ങനെ ഇട്ടോണ്ട്. അപ്പൊ അമ്മയ്ക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണല്ലോ, അവർക്ക് അവരുടേതായ ഒരു രീതി. അപ്പൊ ഈ പറയുന്ന രീതിയിൽ നമ്മളെന്നും ഫുൾ ഡ്രസ് ഇട്ട് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവര് വെച്ചാൽ വീട്ടിലില്ല, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സ്വതന്ത്രമായി നടന്നോട്ടെ എന്ന് പറയും. ഇപ്പൊ എല്ലാം കണ്ട് സെറ്റായി. എന്നാലും ചില ഡ്രസ്സുകൾ വരുമ്പോ ഞാൻ പറയും ഞാൻ അത് ബാക്കിയുള്ളവരെയും കൂടെ കണ്ടുകൊണ്ട് പറയുന്നതാണ്. നമുക്കറിയാം കാലഘട്ടം മാറിയെന്നൊക്കെ പറയും. പിന്നെ നമുക്ക് എപ്പോഴും ചേരുന്ന ഡ്രസ്സുകൾ ഇടുന്നതാണ് ഒരു ഭംഗി. ഈ പറയുന്നത് ചിലപ്പോൾ നമുക്കിപ്പോൾ വീഡിയോസിലും റീൽസിലും ഒക്കെ നമുക്ക് കാണാം ചില കുട്ടികൾ
എത്ര ഡ്രസ്സ് കുറഞ്ഞ ഡ്രസ്സ് ഇട്ടാലും ഭംഗിയായിരിക്കും. അവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് ഒരിക്കലും വേറൊന്നും ഫീൽ ചെയ്യില്ല. ഇല്ല. ചിലപ്പോൾ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ബോഡിയിൽ അനാവശ്യമായിട്ടുള്ള വസ്ത്രം വരുമ്പോഴാണ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. വൾഗർ ആകരുതെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മനസ്സിലായി. ശരീരത്തിനനുസരിച്ച് ഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള സെൻസ് ഉണ്ടാവണം. അതെ, അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ചേട്ടന് ഇനിയിപ്പം ചേച്ചി ഇനി സിനിമ എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അതോ കംപ്ലീറ്റ്ലി ഫോർ ഡാൻസ് എന്നുള്ള രീതിയിൽ മാറ്റിയോ? ഞാനിപ്പോ അതിനെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. പലരും കംബാക്ക് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോ ചേച്ചി വരുന്നുണ്ട്. അത് എന്തായാലും വരുമായിരിക്കുമല്ലോ. പക്ഷെ ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണേ ഇല്ല. അല്ല, അങ്ങനെ ഒരു പിക്ചർ ഇല്ല എന്റെ മനസ്സിൽ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു ഞങ്ങളിപ്പോ ഒരു പരസ്യം അഭിനയിച്ചു. അത് ഒരുപാട് നിർബന്ധിച്ച് ഞാൻ വലിച്ചോണ്ട് എന്റെ റിസ്കിൽ കൊണ്ടുപോയതാണ്. പക്ഷെ ഈ പറയുന്ന ഇവളെ അവിടെ പോകുമ്പോൾ അവളെ കംഫർട്ട് ആവാൻ വേണ്ടി നമ്മളൊരു പാടുണ്ട്. മറ്റേ ഞാൻ ഫ്രീ ആയിട്ടങ്ങ് പോയി അഭിനയിച്ചാൽ മതിയല്ല. അപ്പൊ അവള് കുറെ നാളുകൾക്ക് ശേഷം വരുന്നതാണ്. അപ്പൊ അവൾക്ക് വരുന്ന അവൾക്ക് ഇത് എല്ലാറ്റിലും കോൺഷ്യസ് ആണ്. ശരിയാവുണ്ടോ അഭിനയത്തിൽ അവള് പറയുന്ന രീതിയിൽ ഞാൻ ശരിയായോ. പക്ഷെ വേറെ ഒന്നുമില്ല അഭിനയത്തിലൊന്നും മറക്കാനില്ല. ഒരാളുടെ ബ്ലഡിലുള്ളതല്ല ആക്ടിങ് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ MES ഹോസ്പിറ്റലിന്റെ പരസ്യം ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും കൂടെ പരസ്യം നന്നായിട്ട് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുമ്പോഴും ഒരു പുറകിൽ വലിയുണ്ട്, പുറകോട്ട് വലിയ. അവർ ഇത്രയും നാളൊന്നും ചെയ്യാതിരുന്നതിന്റെ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ആ ഒരു ഹോം മേക്കർ കൂടിയായി അല്ലേ? അത് എന്നെ കൊണ്ട് ഇപ്പൊ ആലോചിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാല് മാറി മക്കളെ അവളിപ്പോ അവളുടെ വീട്ടിൽ പോകണില്ലെന്നേ. കൂടെ പെട്ടത് വീട്ടിൽ പോകുന്നില്ല. നമ്മള് സാധാരണ ഭാര്യമാരൊരു 10 ദിവസം വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മള് പുറത്തൊന്ന് കറങ്ങാം, പൊണ്ടാട്ടി ഊർക്ക് പോയിട്ടെന്നൊക്കെ നമ്മള് പറയില്ലേ. ഈ പൊണ്ടാട്ടി ഊർക്ക് പോയിട്ട് ഒരു ജംഗ്ഷനിൽ പോലും പോകുന്നില്ല. എപ്പോഴും ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങള് എവിടെ പോണെന്ന് ചോദിക്കാം എന്നോട്. ഞാൻ വീട്ടിൽ വന്നാൽ ഞാൻ എവിടെ പോകാറില്ല. ഞാൻ വൈകുന്നേരം പോലെ അപ്പൊ പറയും എവിടെ പോണു, നമുക്ക് വൈകിട്ട് പുറത്ത് വന്നിട്ട് ഇവളെ കിട്ടില്ല. വൈകുന്നേരം ആയാലും ഇവള് ഇറങ്ങില്ല. ഇവള് സമയം മാറി 8 ആയി 9 ആയി 10 ആയി അന്നങ്ങനെ ഡ്രോപ്പ് ആവും. എനിക്ക് അങ്ങനെ വലിയ സുഹൃത്തുക്കളും കാര്യങ്ങളൊന്നും വീട്ടിൽ വന്നാൽ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അവൾക്ക് എവിടെയും പോകണ്ട. ഇപ്പൊ ടൂറ് പോകാൻ വേണ്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്താലും അവള് വരില്ല. ഇപ്പൊ ഞാൻ യാത്രകളൊന്നും അങ്ങനെ പോവാറില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകും. ഇവൾക്ക് 2 മക്കള് കൂടെ വേണം, ഇല്ലാതെ ഇവൾ ഇറങ്ങില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള യാത്രകൾക്ക് അവൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു ഏജൊക്കെ ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും യാത്ര പോകണമെന്നൊക്കെ വിചാരിക്കും. ഒരാളില്ലാതെ ഒരു യാത്ര. ഇപ്പൊ ഞാൻ കാശ്മീർ ബുക്ക് ചെയ്തതാണ്. അവള് വിചാരിക്കും ഞാൻ എന്താ പറയാത്തത്. കാശ്മീർ ബുക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര, അവിടുന്ന് CRPF എൻ്റെ ഉണ്ട്. അവർ പറഞ്ഞു അവർ സെക്യൂരിറ്റി അയച്ചു തരാമെന്ന് പറഞ്ഞു. കാശ്മീരിലേക്ക് നമുക്ക് ഒരാളെ സെക്യൂരിറ്റി ചെയ്തു തരും. അവിടുത്തെ കാര്യങ്ങൾ, തൊഴാനുള്ള കാര്യങ്ങൾ, അവിടുത്തെ വൈഷ്ണവ ടെമ്പിൾ, മറ്റുള്ള വിഷയങ്ങൾ എല്ലാം സെറ്റ് ചെയ്തു. വന്ദേ ഭാരത് യാത്ര ഡൽഹി ടു കാശ്മീർ അതെല്ലാം പ്ലാൻ ചെയ്തു. ഡൽഹിയിൽ താമസിക്കുന്ന അവിടുത്തെ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് ബന്ധങ്ങളുണ്ടല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്, പോലീസ് ഓഫീസേഴ്സും മിലിറ്ററിയിലെ ആൾക്കാരും ഒക്കെ. അപ്പോൾ എല്ലാം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ എല്ലാവരും പറഞ്ഞു പിന്നെന്താ ഷാജു പോരും ഇങ്ങ് പോരും, ഞങ്ങൾ നോക്കിക്കോളാം, ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു മോളുടെ എക്സാമാണെന്ന് പറഞ്ഞു. എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ എക്സാം അവളുടെ പഠിപ്പുള്ളൂ, ഇവൾക്ക് ക്ലാസ് ഉണ്ട്, ഇവൾ ഫുൾ ബിസിയാണ്, അവളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് സമയത്ത് പിന്നെ എനിക്ക് മനസ്സിലായി നടക്കില്ലെന്ന്. ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്തു, ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും നമുക്കൊരു ഗ്രൂപ്പായിട്ട് പോകാം. പിള്ളേരുണ്ടെങ്കിൽ ഇതാണ് അവൾക്ക് ഒറ്റയ്ക്ക് വരുന്നത്. അവൾക്ക് അല്ല ഒറ്റയ്ക്ക് വരുന്നതല്ല, അങ്ങനെ ഉണ്ടോ? ഇന്ന് വരെ അങ്ങനെയേ ഉള്ളൂ. ഇവിടെ മൂകാംബികയില്ലേ, ഞാൻ രണ്ടുപേരും കൂടെ മൂകാംബികയിൽ പോയിട്ടെ, മൂകാംബിക തൊഴുതിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ദേവിയെ കണ്ട ഫീലിങ്സ് ഉണ്ടാവും, എല്ലാം മനസ്സ് തുറക്കുമ്പോൾ കണ്ണ് നിറയുമല്ലോ. അല്ല, പിള്ളേർ കൂടെ ഇല്ല. ഞാൻ 3 ദിവസം പ്ലാൻ ചെയ്ത് ഞാൻ അടുത്ത ദിവസം ടിക്കറ്റ് റിട്ടേൺ ബുക്ക് ചെയ്ത് കയറി. അയ്യോ, അപ്പൊ ഇവര് ചെന്നൈയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഇവിടെ പോകുന്നത് സമയം? അല്ല അത് ഞാൻ ബിസിയാണ്, ഇല്ല പറയുന്നില്ല. പക്ഷെ യാത്ര പോകുമ്പോൾ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരോ അല്ലെങ്കിൽ ആരെങ്കിലും അവളുടെ സുഹൃത്തുക്കൾ ആരെയും വേണം. അങ്ങനെ അങ്ങനല്ല, കുറച്ച് ഉണ്ടെങ്കിൽ കുറച്ച് ആക്റ്റീവ് ആയിരിക്കും. മറ്റേ നമ്മൾ രണ്ടുപേരാകുമ്പോൾ കൂടുതൽ ഇങ്ങനെ നമുക്കിപ്പോ വിഷയങ്ങൾ വീട്ടിലെന്നും സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മള് പോവാറില്ലേ? അത് പോവാം, ദൂരെ പോകരുത്. നമ്മൾ അടുത്തല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകും, ഞങ്ങള് കറങ്ങും. അങ്ങനെ ഈ കാശ്മീർ പോകുന്നത് മൊത്തത്തില് അതെല്ലാം ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോ ഒരു യാത്ര ഉണ്ടാവുള്ളൂ. ഇനി എപ്പോഴെങ്കിലും നമ്മളൊരു പിള്ളേരായിട്ടുള്ളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ അവള് കംഫർട്ട് ആവില്ല. അപ്പൊ നമ്മൾ രണ്ടാളും കൂടെ ഉള്ള ഒരു ഇങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ ബുക്ക് ചെയ്തത്. ഒരു 10 ദിവസമൊക്കെ ക്ലാസ് ഒക്കെ ഗ്യാപ്പ് എടുത്തിട്ട് പിള്ളേർക്കുണ്ടല്ലോ, പിള്ളേർക്ക് യാത്ര അവർക്ക് ഒറ്റയ്ക്കേ പോകാവൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ പിന്നെ നമ്മൾ പെർമിഷൻ കൂടുതൽ കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് അമ്മ വേണം, അച്ഛൻ വേണ്ട. ഒരു തായ്ലൻഡ് വരുന്നത് അച്ഛൻ വേണ്ട. അതായത്
അച്ഛൻ വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ഷാവട്ടം പ്ലാൻ ചെയ്ത ഞാൻ പ്ലാൻ ചെയ്യാണ്, ഇവരെ വിട്ടാണ് ഞാൻ. ഞങ്ങൾ ലേഡീസ് ട്രിപ്പ് പോയി. ലേഡീസ് ട്രിപ്പ് എല്ലാവരും കൂടെ പോയി. അങ്ങ് ഇവര് അടിച്ച് പൊളിച്ച് അവിടെ ചെയ്തിട്ടേ പിള്ളേർ ഇവളെ മൈൻഡ് ചെയ്യില്ല. ഒന്ന്, രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇവർ അവരുടെ വഴിക്കാൻ മാത്രമല്ല ഇവള് വേണം. കാരണം ഇവള് പൈസ ഇറക്കാൻ ഇവളെ പറ്റുള്ളൂ. അത് എങ്ങനെ വേണമെങ്കിൽ പൈസ മേടിച്ചാൽ ഇവളെല്ലാം ഇത് ചെയ്യും. പക്ഷെ ഞാൻ പോകുമ്പോ അച്ഛ വേണ്ടെന്ന് പറയും. ഞാൻ പറയും എന്തിനാ അവിടെ പോണ, എന്തിനാ, അതിന്റെ കാര്യം എന്താ ഞാൻ ചോദിക്കും. വിടും, എന്നാലും കൂടെ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അവർക്ക് ആ ചോദ്യം ഇഷ്ടമല്ല. അമ്മ എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കും, എല്ലാം റെഡിയാണ്. ഈ തായ്ലൻഡൊക്കെ പോയപ്പോ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യായിരുന്നു, അപ്പൊ എന്തായിരിക്കും ചേച്ചി അപ്പോഴും തട്ടേറി മൂക്കുത്തി കമ്മലൊക്കെ മാറ്റിയിട്ട് എന്തായിരിക്കും തായ്ലൻഡിൽ പോയപ്പോൾ ജീൻസും അതൊക്കെ തന്നെ. മൂക്കുത്തിയൊക്കെ മാറ്റും. ഹെയർ ഇത് തന്നെ ആയിരിക്കും. അത് ഹെയർ ഇവളുടെ എപ്പോഴും ഇങ്ങനെ ഹെയർ. അതെന്താ ചേച്ചി ഹെയറിന്റെ എല്ലാരും ചോദിക്കുമായിരിക്കുമല്ലോ അതിന്റെ ഒരു പൊടിക്കൈ എന്താ, അത് ജനറ്റിക്കലി ഉള്ളതാണോ, അത് പാരമ്പര്യം? മുടി ഉണ്ടായിരുന്നു, ഇപ്പൊ ഒക്കെ പോയി. ഇപ്പൊ പഴയ പോലത്തെ ഹെയർ ഒന്നും ഇല്ല. പക്ഷെ മുടി എനിക്ക് വേറെ എങ്ങനെ ചെയ്താൽ എനിക്ക് സ്യൂട്ടാവില്ല തോന്നി. ഇങ്ങനെ ഇടണം. ആ അത് മുടി കണ്ടാണോ വീണത്? ഇല്ല, മുടി സത്യം പറ. മുടി ബാക്കി ഈ സൗന്ദര്യം എല്ലാം ബാക്കിയുള്ളവർ പറയുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ അതിലേക്ക് പോകുള്ളൂ. നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന ഒരാളുടെ ബിഹേവിയറിലെല്ലാം നമ്മൾ ആക്ച്വലി ഇഷ്ടം ഉണ്ടാവും. സൗന്ദര്യം എല്ലാം പുറത്തുനിന്ന് പറയുന്ന വൈഫിന് നല്ല മുടിയാട്ടോ, നല്ല കണ്ണാട്ടോ എന്നൊക്കെ പറയുന്നത് വേറെ ആൾ പറയുക. അതിന് നമുക്ക് അഭിമാനം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ കാഴ്ചപ്പാട് എപ്പോഴും നമ്മളുമായിട്ട് സിങ്ക് ആവുന്ന ആൾക്കാർ. അത്രേ ഉള്ളൂ. ചേട്ടന് പിന്നെ നെക്സ്റ്റ് മൂവിയിൽ ഇപ്പോൾ കുറേ 31 years ആയിട്ട് ആക്ടിങ് ആണ്, ഡയറക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഉണ്ടോ? ഡയറക്ഷൻ പണ്ടും മനസ്സിലായി, എല്ലാ ആക്ടേഴ്സിന്റെ ഒട്ടുമിക്ക ആളുകളുടെ മനസ്സിലുണ്ടാവും. എനിക്കിപ്പോഴും നല്ല സ്ക്രിപ്റ്റിനെ കുറിച്ചും എല്ലാം ധാരണയുണ്ട്. അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഇല്ല. പക്ഷെ സിനിമയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഭയങ്കരമാണ്. അതിനുവേണ്ടി നമ്മളൊരു 1 year മിനിമം കളയണം. പോസ്റ്റ് പ്രൊഡക്ഷൻ, ഈ പറയുന്ന പ്രീ പ്രൊഡക്ഷൻ എല്ലാം ആയിട്ട് ഒരുപാട് സമയം അങ്ങ് പോകും. പിന്നെ നമ്മൾ ക്രിയേറ്റീവ് ഫുൾ അതിനകത്തേക്ക് ഇൻവോൾവ് ആവാം. അല്ലാതെ വെറുതെ നമ്മൾ കയറിയിട്ട് ഒരു സിനിമ ചെയ്തിട്ട് വരാൻ പറ്റില്ല. സിനിമ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഒരു വർഷത്തോളമൊക്കെ ഞാൻ മാറി നിൽക്കുമ്പോൾ എൻ്റെ ലോൺ അടയ്ക്കലൊക്കെ തെറ്റും. അപ്പം നമ്മളിപ്പോൾ ഈ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫാമിലി എല്ലാം ആയിട്ട് ഒരു മീഡിയം ഇതിൽ പോകുന്നതാണ്. അപ്പം നമ്മൾ സ്റ്റഡി അല്ല, നമ്മളൊരു സ്റ്റാർട്ടത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സിനിമ അന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിക്കുക. അതല്ല, അത് എടുക്കാൻ ഒരു ബ്രേക്ക് എടുക്കാനുള്ള സമയമില്ല. അതാ വിഷയം. ചേട്ടാ, ഈ 5ാം പാതിര മൂവിയില്ലേ, അതിനകത്തിലെ ആ ഒരു സീനില്ലേ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ ചേട്ടനെ അങ്ങനത്തെ ഒരു സീനിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അങ്ങനെ ഇത്രയും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ബ്രൂട്ടലായിട്ടാണ് കൊല്ലുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ പൊതുവേ ഈ കോമഡി ആയാലും അങ്ങനെ ചേട്ടനെ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അത് കാണുമ്പോൾ ഒരു വിഷമം തോന്നുമല്ലോ. ഫാമിലി ആയിട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ എന്തായിരുന്നു ഒരു ഫീല്? ഫാമിലി ആയിട്ടല്ല കണ്ടത്, ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ അങ്ങനെ പോയത്. അപ്പം ഞാൻ തിയേറ്ററിൻ്റെ വെളിയിൽ നിൽക്കുക. ഒരു ഷോ കഴിഞ്ഞ് ഞാൻ അടുത്ത ഷോ കാരണം ഞങ്ങൾ നിൽക്കുമ്പോൾ കുറേ എന്നെ പരിചയമില്ലാത്ത കുറേ പേര് ചാന്ദിനി ഇന്നുകൊണ്ട് വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു, എങ്ങനെ കാണും പോയിട്ട്, എങ്ങനെ ചാന്ദിയ സീൻ കാണും എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി. അയ്യോ എന്താണാവോ, അയ്യോ കണ്ടിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അപ്പം ഞാൻ ഷാട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും അത് സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള ആ ഒരു ചങ്കിടിപ്പോടെ ഞാൻ ആ പടം കണ്ടത്. ശരിക്കും അന്ന് പടത്തിന് മുമ്പ് എല്ലാരും കൂടി ഇങ്ങനെ ഭയങ്കര പേടിച്ചിട്ട് എന്നിട്ട് കണ്ടപ്പോഴോ ശരിക്കും പറഞ്ഞാൽ നമുക്കത് കാണുമ്പോ ഒരു റോണക്സ് ആയിരുന്നു തോന്നുന്നു മേക്കപ്പ്. അന്ന് മേക്കപ്പിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല, കണ്ടു കഴിഞ്ഞ് ഞെട്ടിപ്പോകും. അത് ആക്ച്വലി സിനിമയിൽ കുറച്ച് ബ്ലഡായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ കണ്ണ് കംപ്ലീറ്റ് ചൂഴ്ന്നെടുത്ത കണ്ണുകളും ഫേസും ഈ ചെസ്റ്റിൽ വലിയ കുഴി പോലെ ഇതെല്ലാം ആയിട്ട് മേക്കപ്പ് ചെയ്തിരുന്നു. ആ ഫോട്ടോ എൻ്റെ ഉണ്ടായിരുന്നു, പറഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ. അപ്പം ആ ഫോട്ടോ തന്നെയാണ്. പിന്നെ ഈ തട്ടിക്കൊണ്ടു പോകുന്ന ഞാൻ തട്ടിക്കൊണ്ടുപോയ കഥയാണ് എല്ലാവരും കേട്ടിട്ടുള്ളത്. പക്ഷെ ഇത് എന്നെ തട്ടിക്കൊണ്ടുപോകുന്ന. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സമയം പോകുന്നതേ അറിയുന്നില്ല. ഞങ്ങള് പിന്നെ ഇന്റർവ്യൂ ആണെന്ന് ഞങ്ങളും അറിയുന്നില്ല, ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുന്ന പോലെ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് വർഷം ഇങ്ങനെ തന്നെ ഈ നിങ്ങളെ ഇപ്പൊ കണ്ടാലും ഒരു യങ് കപ്പിൾ ഫീലാ. ഏജ് ആയിട്ടില്ല, 13 വയസ്സിലൊക്കെ എല്ലാം കഴിച്ചു. അയ്യടാ മക്കളെ വിളിച്ചെടുക്കാൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും ഇതുപോലെ ഒരുപാട് വർഷം ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ ചേട്ടാ, ചേച്ചി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen,
the smartphone expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.